ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എഗ് മസാല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി റെഡിയാക്കാം. നമുക്ക് സ്കൂൾ തുറന്ന സമയത്ത് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇഡ്ഡലിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത്? ആദ്യം ഇതിലോട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കണം. ഇതിനായിട്ടൊരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ റോസ്റ്റിലെല്ലാം ഒന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങിന് വയ്ക്കാനായിട്ട് ഞാനിവിടെ 3 എഗ്ഗ് എടുത്ത് മിഡിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആദ്യം എഗ്ഗിൻ്റെ ഹാഫ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. മസാല കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് എഗ്ഗിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇഡ്ഡലി ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിനായിട്ട് കുറച്ച് ഇഡ്ഡലി ബാറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി തട്ട് കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡായി പോയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ബാലൻസുള്ള ഫില്ലിങ്ങും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലിയെല്ലാം സ്റ്റീം ചെയ്തെടുത്ത ശേഷം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തട്ടിൽ നിന്നൊന്ന് മാറ്റാം. ഈ ഇഡ്ഡലിയിൽ വെച്ചിട്ടുള്ള ഫില്ലിംഗ് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ എഗ്ഗെല്ലാം വെച്ചിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. നമുക്കിത് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇഡ്ഡലി എല്ലാം റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.